ഹമാസ് അനുകൂല എൻജിഒകൾക്ക് സംഭാവന നൽകിയതിന് ശതകോടീശ്വരനും ഫിലാന്ത്രോപ്പിസ്റ്റുമായ ജോർജ് സോറോസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇലോൺ മസ്ക്. ജോർജ് സോറോസിന് മനുഷ്യത്വത്തോട് വെറുപ്പാണെന്നും ഈ വെറുപ്പിൽ ഇസ്രായേൽ ഉൾപ്പെടുന്നുവെന്നുമായിരുന്നു മസ്കിന്റെ പ്രസ്താവന. ഹമാസിനെ സഹായിക്കുന്ന എൻജിഒകളിലേക്ക് $15 മില്യൺ സോറോസ് സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ അംബാസിഡർ പ്രതിഷേധമുയർത്തിയിരുന്നു. ജൂതരാഷ്ട്രം എന്ന പേരിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനകൾക്ക് ജോർജ് സോറോസ് സംഭാവന നൽകുന്നത് ലജ്ജാകരമാണെന്നായിരുന്നു ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എർഡന്റെ പ്രസ്താവന. ഇതിനെ ഉദ്ധരിച്ചാണ് മസ്ക് സോറോസിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. യുഎസിന്റെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് ഈയടുത്ത് ജോർജ് സോറോസിനെ പ്രസിഡന്റ് ജോ ബൈഡൻ തിരഞ്ഞെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സോറോസിനെതിരെ മസ്കിന്റെ രൂക്ഷ വിമർശനം. സോറോസിന് ബഹുമതി നൽകുന്നത് പരിഹാസ്യമാണെന്ന് മസ്ക് മുൻപ് എക്സിൽ കുറിച്ചിരുന്നു. ഹംഗേറിയിൽ ജനിച്ച സോറോസ് ഒരു ജൂത സാമ്പത്തിക വിദഗ്ധനും ഫിലാന്ത്രോപ്പിസ്റ്റുമാണെന്നും ആഗോള രാഷ്ട്രീയത്തിൽ സോറോസ് കൈകടത്തുന്നുണ്ടെന്നുമായിരുന്നു മസ്കിന്റെ ആരോപണം. സോറോസിന് മാനവരാശിയോട് വെറുപ്പാണെന്നും മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ കനത്ത പരിശ്രമത്തിലാണെന്നും ഒരു പോഡ്കാസ്റ്റിലും മസ്ക് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ മാർവൽ കോമിക്സിലെ മനുഷ്യരെ വെറുക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളൊന്നായ മാഗ്നീറ്റോയുമായും സ്റ്റാർ വാർസ് സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളൊന്നായ പാൽപറ്റീൻ ചക്രവർത്തിയുമായും മസ്ക് സോറോസിനെ താരതമ്യം ചെയ്തിരുന്നു. പാൽപറ്റീൻ ചക്രവർത്തിക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ ബഹുമതി നൽകുന്ന AI ചിത്രവും മസ്ക് പരിഹാസ രൂപേണ പങ്കുവച്ചിരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ തലക്കെട്ടുകളിലും നിറഞ്ഞു നിന്ന ആളാണ് ജോർജ് സോറോസ്. കശ്മീർ അടക്കം പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ സോറോസ് ശബ്ദമുയർത്തി. സോറോസ് സംഭാവന നൽകിയ പല സംഘടനകളുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു BJPയുടെ ആരോപണം. എന്നാൽ കോൺഗ്രസ് ഇത് തള്ളുകയാണ് ഉണ്ടായത്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു വന്ന പേരുകളിൽ ഒന്നായിരുന്നു ജോർജ് സോറോസിൻ്റേത്. മൗറീഷ്യസിൽ നിന്നും അദാനി രേഖയില്ലാതെ നിക്ഷേപങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഉന്നയിച്ച ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് പിന്നിൽ സോറോസ് ആയിരുന്നു എന്ന വാർത്തകൾ ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സോറോസ് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങളെ വളർത്തിയാണ് നരേന്ദ്രമോദി വളർന്നത് എന്ന സോറോസിന്റെ പ്രസ്താവന വലിയ വിവാദമുണ്ടാക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ ശതകോടീശ്വരനാണ് ജോർജ് സോറോസ്. ഹംഗറിയിൽ ജനിച്ച അദ്ദേഹം ഇപ്പോൾ US കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 70,000 കോടിയോളം ആസ്തിയുള്ള സോറോസ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു NGOയ്ക്കും നേതൃത്വം നൽകുന്നുണ്ട്. ജനാധിപത്യ ആവിഷ്കാര സ്വാതന്ത്ര്യ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തികളെയും സംഘടനകളെയും സഹായിക്കുകയാണ് ഓപ്പൺ സൊസൈറ്റിയുടെ ലക്ഷ്യം. ബുഡാപെസ്റ്റിൽ സോറോസ് സ്ഥാപിച്ച സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി മുൻ ഹംഗറി പ്രസിഡന്റും തീവ്ര വലതുപക്ഷ നേതാവുമായ വിക്ടർ ഓർബാന്റെ നിരന്തര വേട്ടയ്ക്കിരയായിരുന്നു. ഇതേ തുടർന്ന് സർവകലാശാല ക്യാമ്പസ് വിയന്നയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു.